രണ്ടാഴ്ച നിർത്തില്ലാതെ ആക്രമണം നടത്തിയ ശേഷം അമേരിക്ക തൽക്കാലം ആക്രമണം നിർത്തിവെക്കുന്നു എന്നറിയിച്ചു ഇറാനുമേൽ. ഇറാൻ തിരിച്ചടിയും നിർത്തിവെക്കുന്നതായി തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി ലോകം മുഴുവനും യുദ്ധം സംബന്ധിച്ച് പ്രചരിക്കുന്ന ആശ്വാസ വർത്തമാനം. സാവകാശമായിട്ട് ചർച്ചകൾക്ക് ഒരു പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി, ആ ചർച്ചകളും നയതന്ത്രവും വ്യക്തമായി മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഒരു സാവകാശം കൊടുക്കുന്നു എന്ന് കണക്കുകൂട്ടിയാണ് ഇപ്പോൾ ആക്രമണം നടത്താതിരിക്കുന്നത് എന്ന് അമേരിക്കയുടെ UN അംബാസിഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ യുദ്ധമില്ലാത്തൊരു ശനിയും ഞായറും ഇതാ കടന്നു പോകുമ്പോൾ ഹോർമൂസിലൂടെ കടന്നുപോയ ഒരു ഓയിൽ ടാങ്കർ അവിടെ പാകിയിരുന്നൊരു നാവിക മൈനിൽ പോയി ഇടിച്ച് പൊട്ടിത്തെറിച്ചു എന്ന റിപ്പോർട്ടും വരികയാണ്. എത്ര കണ്ട് അപകടം നടന്നു, ആൾക്ക് അപായമുണ്ടോ എന്നതൊന്നും വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇറാൻ്റെ ഏജൻസിയായ തസ്നിം ഇക്കാര്യത്തിൽ പറയുന്നത്, ഇറാൻ്റെ ഗാർഡുകൾ കപ്പൽ ഈ വഴി പോകണം എന്ന് പറഞ്ഞ് ഒരു ഡെസിഗ്നേറ്റഡ് പാത കൊടുത്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് അല്പം മാറിപ്പോയപ്പോഴാണ് ഈ നേവൽ മൈനിൽ പോയി ഇടിച്ച് പൊട്ടിത്തെറിച്ചത് എന്നാണ് അവരുടെ വാദം എന്ന റിപ്പോർട്ട് വരികയാണ്. തൽക്കാലം യുദ്ധത്തിനൊരു ആശ്വാസം എന്ന രൂപത്തിൽ ഇന്നും ഇന്നലെയും ആക്രമണം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇറാൻ എന്ന് പറയുന്നത് യുദ്ധകാലഘട്ടത്തിലും തുടർന്ന് വന്ന വെടിനിർത്തലിൻ്റെ ഘട്ടത്തിലുമായി തങ്ങൾ ഒരു വർഷം എത്രയാണോ എണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽക്കാൻ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റ് വരുമാനത്തിന് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നത് അതിൻ്റെ 60% ഈ ഘട്ടത്തിൽ വിറ്റ് കഴിഞ്ഞു എന്നാണ്. യുദ്ധം നടക്കുമ്പോഴും വെടിനിർത്തൽ വന്നപ്പോഴുമായിട്ട് എന്ന് വെച്ചാൽ $1800 കോടി എണ്ണ വിറ്റു വന്നു. യുദ്ധം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിലും ഷോർട്ടേജ് വന്നപ്പോൾ അമേരിക്ക തന്നെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഉപരോധത്തിൽ അയവ് വരുത്തിയിരുന്നു. പിന്നീട് വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്തും പല രാജ്യങ്ങളും ഇറാൻ്റെ എണ്ണ വാങ്ങാം എന്ന് പറഞ്ഞു വന്നിരുന്നു. അങ്ങനെ എത്രയാണോ ലക്ഷ്യം വെച്ചിരുന്നത് അതിൻ്റെ 60% വിറ്റു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് ചില വിശകലന റിപ്പോർട്ടുകൾ ഇന്നത്തെ സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റി വരുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, വെള്ളിയാഴ്ച വൈകുന്നേരം അമേരിക്കയുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സ്റ്റാഫിൻ്റെ ചീഫും ഒന്നിച്ചിരുന്ന് വർത്തമാനം നടത്തിയത്രേ. അപ്പോൾ ഈ രണ്ടാളുകളും, വൈസ് പ്രസിഡൻ്റായ JD വാൻസും ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്ന ജനറൽ ഡാൻ കെയ്ൻ, ഈ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ട്രംപിന് ഉപദേശം കൊടുത്തത്രേ. ഇറാനുമേലുള്ള യുദ്ധം ഇങ്ങനെ പോയാൽ അതൊരു കടുത്ത ആശങ്കയായിട്ട് മാറും, ഈ ആശങ്കയെ മുൻനിർത്തി ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞത്രേ. ഇതൊക്കെ ചില ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് CNN ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ വെള്ളിയാഴ്ച രാത്രിയിലെ 3 സുപ്രധാന വ്യക്തിത്വങ്ങൾ ചേർന്ന് ഇങ്ങനെ നടത്തിയ ഒരു മീറ്റിംഗ് ആകാം ശനിയും ഞായറും യുദ്ധമില്ലാതെ കടത്തിവിട്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് ഈ സൂചനാ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി CNN പങ്കുവയ്ക്കുന്നുണ്ട്. അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് വെച്ചാൽ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ട് അമേരിക്കൻ കോൺഗ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരു ഫണ്ട് വേണം യുദ്ധത്തിന് എന്ന് പറഞ്ഞൊരാവശ്യം വരുമ്പോൾ നോ എന്ന് പറയുന്ന, തരാൻ പറ്റില്ല എന്ന് പറയുന്ന ആദ്യ അമേരിക്കൻ സംഭവമായിട്ട് ഈ ഇറാൻ യുദ്ധം മാറുകയാണ് എന്നാണ്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഏകകക്ഷി യുദ്ധം. സാധാരണ യുദ്ധകാര്യങ്ങൾക്ക്, മറ്റുള്ള വികസന കാര്യങ്ങൾക്ക് ഒക്കെ 2 പാർട്ടികളും സമ്മതം കൊടുത്തുകൊണ്ട് ജനഹിതം ഇതാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു കീഴ്വഴക്കം ഉള്ള രാജ്യമാണ് അമേരിക്ക. ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ട കോടിക്കണക്കിന് ഡോളറിൻ്റെ, ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ബഡ്ജറ്റ് പാസ്സാക്കി കൊടുക്കാൻ ഡെമോക്രാറ്റുകൾ തയ്യാറായില്ല എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.